വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് ഡിവൈൻ മെസ്സേജിൽ ഒരു പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രസൻറ്റിൽ 2 കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാസ്റ്റ് നോക്കാം. പാസ്റ്റിൽ വന്നേക്കണേ നൈറ്റ് ഓഫ് സോഴ്സ്. നൈറ്റ് ഓഫ് സോഴ്സ് പറഞ്ഞാൽ ഇതേമാതിരി തൻ്റെ ചിന്തകളിൽ വളരെ ക്ലാരിറ്റി ഉള്ള ആളാണ്. വളരെ അംബീഷ്യസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പോണ ഒരു ധീരനായ ഒരു യൂത്തിനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മാതിരി തിടുക്കം കൂടുതലായതുകൊണ്ട് കാര്യങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പെട്ടെന്ന് ആ സാഹചര്യത്തിലേക്ക് എൻട്രി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അശ്രദ്ധയ്ക്കെതിരെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രസൻറ്റിൽ വന്നിട്ടുള്ള 2 കാർഡ് എന്താണ്? 9 ഓഫ് വൺസും 5 ഓഫ് പെൻറ്റക്കിൾസാണ്. ആ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അതിലുണ്ടാവുന്ന അനന്തരഫലങ്ങൾ. ഇവിടെ 9 ഓഫ് വൺസ് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഓഫ് വൺസ് വരെ സ്ട്രഗിളിംഗ് ബ്രീഡായിരുന്നു. വളരെയധികം വെല്ലുവിളികളെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പിന്നിൽ നിന്ന് ഒരുപാട് തരത്തിൽ അടികളേറ്റിട്ടുള്ള ഒരു യൂത്താണത്. ഇപ്പോൾ പക്ഷേ 9 ഓഫ് വൺസിൽ നിൽക്കുമ്പോൾ ഇയാൾ ക്ഷീണിച്ചുവെങ്കിലും ഇപ്പോഴും ഒരു ഹോപ്പും ഒരു ഉത്സാഹമൊക്കെ ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ തളർന്നാണെങ്കിലും പിന്നെയും വീണ്ടും പരിശ്രമിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു യൂത്തിനെയാണ് ഇവിടെ കാണുന്നത്. അതേസമയം ഈ സ്ട്രഗിളിങ്ങിൻ്റെ പക്ഷേ ഇനിയിപ്പോൾ അയാൾക്ക് സ്ട്രഗിളിങ്ങൊന്നും അയാളുടെ അടുത്തേക്ക് വരില്ല. പക്ഷേ ഈ വ്യക്തിയുടെ മുഖത്ത് ഇപ്പോഴും ടെൻഷനും ഭയമൊക്കെ ഉണ്ട്. എങ്കിലും അയാൾക്ക് ഹോപ്പും ഉത്സാഹമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ ഉണ്ടാവുന്നത് സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയും നേരിടുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ക്ഷാമം, അതുപോലെ തന്നെ ഉണ്ടാകുമ്പോൾ മെൻ്റൽ സ്ട്രെസ് കൊണ്ടൊക്കെ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കാർഡ് ഫ്യൂച്ചർ നോക്കുമ്പോൾ 8 ഓഫ് വൺസ് ആണ് വരുന്നത്. 8 ഓഫ് വൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത്, പോസിറ്റീവായിട്ടുള്ള ദ്രുതഗതിയിലുള്ള ചേഞ്ചസ് വരാൻ പോകണമെന്നുള്ളതാണ്. പോസിറ്റീവ് കാർഡാണ്. ഇത് യാത്രയെ സൂചിപ്പിക്കുന്നതിന് ഒരു പക്ഷേ കരിയറിലാണ് ഇത്രയധികം ചാലഞ്ച് നേരിട്ടതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊമോഷനോട് കൂടി ഒരു യാത്ര വരുന്നു. അപ്പോൾ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ, ഗ്രോത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് വരുന്നു. ഒരു പക്ഷേ ഇത് പ്രവാസ യാത്രയൊക്കെ ആവാം. പഠിക്കാൻ പോണ ആൾക്കാരായിരിക്കാം പുറത്തേക്ക്, അതല്ലെങ്കിൽ ഇത് ജോലിപരമായിട്ട് വിദേശത്തേക്ക് പോവുക, അതല്ലെങ്കിൽ പ്രൊമോഷനോടുകൂടി ഒരു ട്രാൻസ്ഫർ, പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത്, ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ ഫ്യൂച്ചർ എന്നുള്ള കാർഡ് പറയണത്. ഇതാണ് ഇന്നത്തെ ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.